മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി അയാളായിരുന്നു എന്ന് പറയുന്ന പോലെ കേരള ബ്ലാസ്റ്റേഴ്സിലെ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പേര് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സ് കുറേ കാലമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കാലൊടിഞ്ഞ കുതിരയെ പോലെ ആയിരുന്നു. ആ കാലൊടിഞ്ഞ കുതിരയുടെ നടുവടിച്ചൊടിക്കുന്നത് പോലെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു എൻട്രി. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു കീ റോളിലേക്ക് ഒരു പുള്ളി വരുന്നു. ആ പുള്ളി അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ വൈഫിനെ നിയമിക്കുന്നു. അതുകൂടാതെ കീ പൊസിഷനുകളിലെല്ലാം അതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം പറഞ്ഞു വിട്ടിട്ട് പുതിയ കുറച്ച് ആളുകളെ ഒരു പർട്ടിക്കുലർ ക്ലബ്ബിൽ നിന്നും കൊണ്ടുവരുന്നു. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുമായിട്ട് നിരന്തരം സംവദിച്ചുകൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ക്ലബിൻ്റെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നില്ല, ആ ഒരു ക്ലബിൻ്റെ മീഡിയ ടീമിലേക്ക് ഒരാളെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അത് അയാൾ അനിയൻ. ആ പുള്ളി കാണിക്കുന്നതെല്ലാം ആരാധകരുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്നതും ആരാധകരുടെ പ്രതികരണ ശേഷിയെ ചോദ്യം ചെയ്യുകയും അവരെ ഒരു തരത്തിൽ പുച്ഛിക്കുകയും അവഗണിക്കുകയും ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള സമീപനം. ഇതെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു കുടുംബവാഴ്ച വന്ന് തകർത്തോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പേരെന്താണ് കാര്യങ്ങൾ എന്താണെന്നൊന്നും പറയാതെ ഓൾറെഡി 2-3 കേസ് നമ്മുടെ പേരിനുണ്ട്. അതിൻ്റെ പേരിൽ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ പറയാതിരിക്കുന്നതുകൊണ്ടാണ്. അത് പോട്ടെ, ആരാണ് എന്താണെന്നൊക്കെ നിങ്ങളുടെ ഉദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് വിലയിരുത്താം. ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഒരു ക്ലബ്ബിലേക്ക് പുതിയൊരു എൻട്രി വരുന്നു. ആ എൻട്രി അയാളുടെ അടുത്ത ആളുകളെല്ലാം ക്ലബ്ബിന് നിയമിക്കുന്നു. ക്ലബ്ബ് നാമാവശേഷമാവുന്നു. ആൾക്ക് ആ ക്ലബ്ബിൽ ആ പൊസിഷനിലിരിക്കാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അയാൾ അത്തരത്തിലൊരു ടോപ്പ് ഡിവിഷൻ ക്ലബ്ബിൽ ആ ഒരു റോളിൽ ഇരുന്നിട്ടില്ല. അപ്പോൾ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തു. അയാൾ വന്ന് അയാളുടെ കുടുംബവാഴ്ച നടന്നു. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ക്ലബ്ബ് തകർന്നു പോകുന്നു. ഞാൻ ബ്ലാസ്റ്റേഴ്സ് എന്ന് തുടക്കത്തിൽ പറഞ്ഞത് എൻ്റെ ഒരു പിഴവാണ്. കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ.